ഓക്കെ, ഹലോ എവ്രി വൺ. ഞാൻ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലെ പി എച്ച് എന്നുള്ള ടോപ്പിക് ഉണ്ട്. ആ പി എച്ച് എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പി എച്ചിൻ്റെ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് എടുക്കുന്നത്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ പി എച്ചിന് കുറേ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ആ ഇക്വേഷൻസ് ഒക്കെ എവിടെ അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ പല ഇക്വേഷൻസ് ഉണ്ട്. ആ പല ഇക്വേഷൻസും എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എന്താണ് പി എച്ച് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് പി എച്ച്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പി എച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. So pH is given by, it is equal to negative logarithm of H plus ion concentration. നിങ്ങൾക്കറിയാം, ഞാൻ H plus ion concentration എഴുതിയാലും അത് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ തന്നെയാണ്. H3O plus കോൺസെൻട്രേഷൻ നമുക്ക് എഴുതാം. ഇനി ആ സ്ക്വയർ ബ്രാക്കറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് ലോഗറിതം ഓഫ് H plus കോൺസെൻട്രേഷൻ നമുക്ക് എഴുതാം പി എച്ചിൻ്റെ ഇക്വേഷൻ. അതുപോലെ തന്നെ നമുക്ക് പി ഒ എച്ചും ഉണ്ട്. സോ പി ഒ എച്ചിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ പി ഒ എച്ച് is given by negative logarithm of OH minus concentration. ഇതാണ് പി ഒ എച്ച് എന്ന് പറഞ്ഞാൽ. ഇനി ഇവർ തമ്മിൽ ഒരു റിലേഷനുമുണ്ട്. ആ റിലേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതായത് പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു. പി കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് കെ ഡബ്ല്യു? കെ ഡബ്ല്യു ഇസ് നോൺ ടു ബി ദി അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഞാൻ ഇക്വേഷനിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതല്ല എൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എങ്ങനെയാണ് പി എച്ചിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇസ് ഈക്വൽ ടു 14. ഈ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. വേറൊരു ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതായത് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ഇൻറ്റു ഒ എച്ച് മൈനസ് അയോൺ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 10⁻⁻14. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പം എങ്ങനെയാണ് പി എച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടു, അതാണ് സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദ സിമ്പിൾ ഇക്വേഷൻ ഫോർ ദ പി എച്ച് ഈസ് നെഗറ്റീവ് ലോഗറിതം ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു? ഇപ്പോൾ ആസിഡ് എടുക്കാം, നമുക്ക് ബേസ് എടുക്കാം. ആ ആസിഡും ബേസും എടുക്കുമ്പോൾ നമുക്ക് സ്ട്രോങ് ആസിഡ് ഉണ്ട്, വീക്ക് ആസിഡ് ഉണ്ട്. അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ 100% ഡിസോസിയേറ്റഡ്. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആർ വീക്ക്ലി ഡിസോസിയേറ്റഡ് ഓർ പാർഷ്യലി ഡിസോസിയേറ്റഡ് നമുക്ക് പറയാം. അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് എടുത്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 10⁻³ മോളാർ HCl എടുക്കുകയാണ്. അപ്പോൾ യു ക്യാൻ സീ ഹിയർ 10⁻³ മോളാർ HCl. ഈ 10⁻³ മോളാർ HCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ കാണിക്കുകയാണ്. HCl വിൽ ബി ഡിസോസിയേറ്റിംഗ് ഇൻറ്റു H പ്ലസ് Cl മൈനസ്. ഇതാണല്ലോ നമ്മുടെ നോർമൽ HCl നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഒരു സ്ട്രോങ് ആസിഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ തന്നെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ HClൻ്റെ കോൺസെൻട്രേഷൻ 10⁻³ ആണെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 10⁻³ തന്നെയായിരിക്കും. കാരണം എന്താ? HCl ഒരു സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ 100% ഡിസോസിയേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ H പ്ലസ് എന്തായിരിക്കും? 10⁻³ മോളാർ തന്നെ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ്, അപ്പോൾ 10⁻³ തന്നെ, -3 മോളാർ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ H പ്ലസിൻ്റെ കോൺസെൻട്രേഷനാണ് 10⁻³ മോളാർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പി എച്ചിനെ കണ്ടുപിടിക്കാം നമുക്ക്? സോ പി എച്ചിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. പി എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗറിതം ഓഫ് H plus ion concentration. So substitute that negative logarithm of H plus ion concentration നമുക്ക് അവിടെ ഉണ്ട് -3. So 10⁻³ which is equal to 3. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നു പി എച്ച് ഓഫ് HCl സൊല്യൂഷൻ is considered to be what? It is 3. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയി. ഓക്കെ, ഇനി ആ ഭാഗം നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അതായത് പി ഒ എച്ചിൻ്റെ കേസ് നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് ലോഗറിതം ഓഫ് OH മൈനസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അയോൺ ഇൻ എ സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 3.8 × 10⁻³ മോളാർ. വാട്ട് ഈസ് ദ പി എച്ച്? അപ്പോൾ ഇവിടെയും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഒരു സോഫ്റ്റ് ഡ്രിങ്കിൽ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് വന്നിരിക്കുന്നത്? 3.8 × 10⁻³ മോളാർ ആണ്. അപ്പോൾ സെയിം പി എച്ചിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. പി എച്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? പി എച്ച് ഇക്വേഷൻ വിൽ ബി പി എച്ച് 1 സെക്കൻഡ്. Okay, pH is given by negative logarithm of H plus ion concentration. ഇനി ഇവിടെ H plus ion concentration നമുക്ക് തന്നിട്ടുണ്ട്. What is H plus ion concentration given in the question? കോൺസെൻട്രേഷൻ നമുക്ക് തന്നിരിക്കുന്നത് 3.8 × 10⁻³ മോളാർ ആണ്. 3.8 × 10⁻³ മോളാർ. ആ ഒരു H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. സോ പി എച്ച് വിൽ ബി ഈക്വൽ ടു
നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3.8 ഇൻറ്റു 10⁻³ മോളാർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലോഗ് ഓഫ്. ഓക്കെ, സോ ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ മൈനസ് ലോഗ് ഓഫ് 3.8 ഇൻറ്റു 10⁻³ മോളാർ. ഇനി ലോഗ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി, അതായത് നെഗറ്റീവ് ലോഗ് ഓഫ് 3.8 പ്ലസ് നെഗറ്റീവ് ലോഗ് ഓഫ് 10⁻³ അതിൽ നെഗറ്റീവ് ലോഗ് ഓഫ് 10⁻³ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് 10⁻³ എന്താ? -3. സോ മൈനസ് ഓഫ് മൈനസ് വിൽ കം ആസ് വാട്ട്? +3 only. സോ നെഗറ്റീവ് ലോഗ് ഓഫ് 10⁻³ വിൽ ബി 3 മൈനസ് ലോഗ് ഓഫ് 3.8. ലോഗരിതമിക്കിൻ്റെ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് ചിലപ്പോൾ എൻട്രൻസ് എക്സാമിന് ലോഗരിത്തിന്റെ വാല്യൂ തരണം നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു ബ്രാക്കറ്റിലൊക്കെ തരും, പക്ഷെ ചിലപ്പോൾ അവർ തരില്ല. അങ്ങനെ തന്നില്ല എന്നുണ്ടെങ്കിൽ ചില വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ലോഗ് 4, ലോഗ് 2, ലോഗ് 4, ലോഗ് 5 ഇത്രയും വാല്യൂസ് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലോഗ് 4ന്റെ വാല്യൂ നമുക്ക് എഴുതാം. അത് ഞാൻ സത്യം എഴുതും ഇവിടെ. ലോഗ് 4 will be equal to 0.6 ആണ്. ലോഗ് 4 will be equal to 0.6. പക്ഷെ ഇവിടെ ലോഗ് 4 ഇല്ല, ഇവിടെ ലോഗ് 3.8 ആണ്. 3.8 എന്ന് പറഞ്ഞാൽ 4ലും കുറച്ചൊന്ന് കുറവാണ്. അപ്പോൾ അതിന്റെ വാല്യൂം എന്തായിരിക്കും? 0.6ൽ നിന്നും കുറച്ചൊരു കുറവായിരിക്കും. അപ്പോൾ 3 മൈനസ് 0.58 എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, 3 മൈനസ് 0.58 which is equal to 2.42. So here we got the answer as 2.42. Okay. അപ്പോൾ നേരത്തെ നമ്മൾ സ്ട്രോങ് ഒരു ഇലക്ട്രോലൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എത്രമാത്രം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ടോ അത്രയും തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസും ഉണ്ടാകും. പക്ഷെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് വന്നാലോ? വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്കറിയാം അവരൊരിക്കലും 100% ഡിസോസിയേഷൻ നടക്കത്തില്ല. ഓക്കെ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഒരിക്കലും 100% ഡിസോസിയേഷൻ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും നമുക്ക് എഴുതാം ഒരു വീക്ക് ആസിഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് എച്ച് എന്നാണ്. എച്ച് എന്നുള്ളൊരു വീക്ക് ആസിഡിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ എച്ച് will be dissociating in presence of H2O. So see, I am using an equilibrium arrow here. കാരണം എച്ച് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ്. അതെങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? H3O പ്ലസ് A- ഇങ്ങനെയാണ് ഇവിടെ ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് 1 മോളാർ ആണെങ്കിൽ ഇനീഷ്യലി ആണ് വെൻ ടൈം t is equal to 0 ഞാൻ കൊടുക്കുകയാണെങ്കിൽ സപ്പോസ് എച്ച് എന്ന് പറഞ്ഞ 1 മോളാർ എന്ന് വിചാരിക്കുക. അത്രയും തന്നെ H3O+ഉം A- ഉണ്ടാവത്തില്ല. പക്ഷെ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരുന്നെങ്കിൽ അത്രയും തന്നെ H+ഉം A- ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പം ഇത് 1 ആണെങ്കിൽ ഇനീഷ്യലി ഇത് 0 ആണെന്ന് വിചാരിക്കുക, ഇതും 0 ആണെന്ന് വിചാരിക്കുക. 0 ഉണ്ടാവത്തുള്ളൂ. പക്ഷേ അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് എഴുതാം 1 - ആൽഫ ലെറ്റ് ആൽഫ ബി ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ഇതും ആൽഫയായിരിക്കും, ഇതും ആൽഫയായിരിക്കും. ഓക്കെ, ഇനി എപ്പോഴും 1 ആയിരിക്കണം എന്നില്ലല്ലോ കോൺസെൻട്രേഷൻ. ഇപ്പം ഈ ക്വസ്റ്റിനകത്ത് തന്നെ കാണാം, ഇവിടെ കോൺസെൻട്രേഷൻ നമുക്ക് 0.05 മോളാർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും 1 ആയിരിക്കില്ല കോൺസെൻട്രേഷൻ. നമുക്കൊരു ജനറലി C എന്നുള്ളൊരു കോൺസെൻട്രേഷൻ കൊടുക്കാം. അപ്പോൾ C ആണെങ്കിൽ ദിസ് വിൽ ബിക്കം C ഇൻറ്റു 1 - ആൽഫ. അതായത് LHSലും RHSലും C വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ദിസ് ഓൾസോ വിൽ ബി C ആൽഫ, ദിസ് ഓൾസോ വിൽ ബി C ആൽഫ. പക്ഷെ എന്താ നിങ്ങൾ കാണുന്നത്? H+ന്റെ കോൺസെൻട്രേഷൻ, അതായത് H3O+ന്റെ കോൺസെൻട്രേഷൻ അവിടെ എന്തായിട്ടാണ് വരുന്നത്? C ആൽഫ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വീക്ക് ആസിഡോ വീക്ക് ബേസോ വന്നു കഴിഞ്ഞാൽ H+ന്റെയോ അല്ലെങ്കിൽ OH- കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് C ആൽഫ. അപ്പോൾ H3O+ന്റെ കോൺസെൻട്രേഷൻ ഓർ H+ന്റെ കോൺസെൻട്രേഷൻ രണ്ടും ഒന്ന് തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു C ആൽഫ എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ H+ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. അത് വെച്ചിട്ടാണ് നമുക്ക് pH കണ്ടുപിടിക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായാലും ഒരു വീക്ക് ആസിഡ് ആകുമ്പോൾ 100 അതൊരു ആൽഫയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്കിൽ 1 - ആൽഫ C ആൽഫ 1 - ആൽഫ ആൽഫ വന്നു. C ആണ് കോൺസെൻട്രേഷൻ എങ്കിൽ C ഇൻറ്റു 1 - ആൽഫ C ആൽഫ എന്നും പറഞ്ഞു വന്നു. അപ്പോൾ H+ന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഇപ്പോൾ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? C ആൽഫയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. H+ കോൺസെൻട്രേഷൻ ഓർ അതൊരു ബേസ് ആണെങ്കിൽ OH- കോൺസെൻട്രേഷൻ എന്തായിരിക്കും? C ആൽഫ ആയിരിക്കും. അപ്പോൾ ഞാൻ തൽക്കാലം ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്, കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിനോട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ 0.05 മോളാർ സൊല്യൂഷൻ ഓഫ് എ വീക്ക് ആസിഡ്. അപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വീക്ക് ആസിഡ് ആണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ HA ഈസ് എ വീക്ക് ആസിഡ്. അപ്പം HA കോൺസെൻട്രേഷൻ വിൽ ബി ഗിവൺ ബൈ വാട്ട് ഈസ് HA? HA കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ ബൈ 0.05. സോ കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ ഹിയർ
0.05 മോളാർ തന്നിട്ടുണ്ട്. ഇനി 6% ഡിസോസിയേറ്റഡ് എന്ന് വെച്ചാൽ ആൽഫയാണല്ലോ, ആൽഫ എന്ന് പറഞ്ഞാൽ 6% ഡിസോസിയേറ്റഡ് ആണ്. അപ്പോൾ ആൽഫ നമുക്ക് എഴുതാം 6% എന്ന് പറയുമ്പോൾ 6/100 ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.06 ആണ്. അപ്പോൾ നമുക്ക് H+ കോൺസെൻട്രേഷൻ വേണം, കാരണം pH കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം H+ കോൺസെൻട്രേഷൻ എന്താണെന്ന് എഴുതാം. ഇതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എഴുതുന്നത്. സ്ട്രോങ് ആണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് കോൺസെൻട്രേഷൻ എടുക്കാം. അപ്പോൾ H+ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു C ആൽഫ. ഇനി C എത്രയാണ് വന്നിരിക്കുന്നത്? 0.05. ആൽഫ എത്ര വന്നിരിക്കുന്നു? 0.06. അപ്പം നമുക്കൊരു സിയും കിട്ടി, ആൽഫയും കിട്ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.003. ഇതാണ് നമ്മുടെ H+ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പം 0.003 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് 3 × 10⁻³ കിട്ടി. ഓക്കെ, 3 × 10⁻³ അപ്പോൾ നമുക്ക് ഇനി pH കണ്ടുപിടിക്കാം, കാരണം H+ന്റെ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞു. സോ വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ദ pH? സോ pH വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ കോൺസെൻട്രേഷൻ. H+ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് 3 × 10⁻³ ഓക്കെ. ഇനി ഇതും അതുപോലെ തന്നെ ലോഗരിതം ഓഫ് A × B ആണ്. സോ നെഗറ്റീവ് ലോഗ് ഓഫ് 3 പ്ലസ് നെഗറ്റീവ് ലോഗ് ഓഫ് 10⁻³ സോ നെഗറ്റീവ് ലോഗ് ഓഫ് 3 പ്ലസ് നെഗറ്റീവ് ലോഗ് ഓഫ് 10⁻³ ഇനി എന്താണ് നെഗറ്റീവ് ലോഗ് ഓഫ് 10⁻³ 3 ആണ്. സോ 3 മൈനസ് ലോഗ് 3 നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം, കാരണം ഞാൻ പറഞ്ഞു ചിലപ്പോൾ അവർ നമുക്ക് തരാം, ചിലപ്പോൾ തരില്ല. സോ ലോഗ് 3യുടെ വാല്യൂ 0.48 ആണ്, അപ്രോക്സിമേറ്റ്ലി 0.48 വരുന്നത്. അപ്പോൾ 0.48 വരുമ്പോൾ ഫൈനലി വി ആർ ഗെറ്റിംഗ് ദി ആൻസർ 2.52. This is a pH, how we are finding out for a weak acid. Okay, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ അതായത് എ സൊല്യൂഷൻ ഓഫ് NaOH കണ്ടെയ്ൻസ് 0.04 gram. ഇവിടെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്, മോൾസ് അല്ല തന്നിരിക്കുന്നത് കേട്ടോ. സോ 0.04 grams ഓഫ് NaOH പെർ ലിറ്റർ ഇറ്റ്സ് pH ഈസ്. അപ്പോൾ ഇവിടെ NaOH തന്നിരിക്കുന്നത്, നമുക്ക് pH എന്ന് പറയുമ്പോൾ H+ കോൺസെൻട്രേഷൻ വേണ്ടത്, പക്ഷേ NaOH വെച്ച് നമ്മൾ എങ്ങനെ pH കണ്ടുപിടിക്കാം? അപ്പോൾ ഇതിന് ആദ്യം തന്നെ നോക്കേണ്ടത്, ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെയിറ്റിനെ നമുക്ക് ആദ്യം എന്തിലേക്ക് മാറ്റണം? മൊളാരിറ്റിയിലേക്ക് നമുക്ക് മാറ്റണം. അപ്പം മൊളാരിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മൊളാരിറ്റി ഈസ് ഗിവൺ ബൈ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, ദിസ് ഈസ് അവർ ഇക്വേഷൻ ഇൻ ലിറ്റേഴ്സ്. വോളിയം ഷുഡ് ബി ഇൻ ലിറ്റേഴ്സ്. ഈ നമ്പർ ഓഫ് മോൾസ് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ടല്ലോ. എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ്. ഇനി ഗിവൺ മാസ് നമ്മുടെ ഇരിക്കുവാണ് 0.04. ഓക്കെ, സോ വി ഹാവ് 0.04. Molar mass of NaOH will be equal to 40. ഇനി what is the volume given? Per liter എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 ലിറ്റർ. സോ 1 ലിറ്റർ കിട്ടി. സോ 0.04 ഡിവൈഡ് ബൈ 40 ആണ് നമുക്ക് കിട്ടിയത്, വിച്ച് ഈസ് ഈക്വൽ ടു 0.001. അപ്പോൾ ഇത്രയും മോളാർ നമുക്ക് കിട്ടിയിരിക്കുന്നു ആണല്ലോ. അപ്പോൾ മോളാർ കിട്ടി. പക്ഷെ ആരുടെ മോളാർ? അത് NaOHന്റെ മോളാറാണ്. നമുക്കറിയാം NaOH വിൽ ബി ഡിസോസിയേറ്റിംഗ് ഇൻറ്റു Na പ്ലസ് OH-. ഇവിടെയും നിങ്ങൾക്ക് കാണാം, ഞാനൊരു സ്ട്രേറ്റ് ആരോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ഇറ്റ് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ എത്ര NaOH ഉണ്ടോ അത്രയും തന്നെ OH- ഉണ്ടാവും. അപ്പോൾ നമുക്ക് 0.001, അതായത് 10⁻³ ആണ്. 0.001 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻³ മോളാർ ഓഫ് NaOH. അപ്പോൾ NaOH 10⁻³ മോളാർ ഉണ്ടെങ്കിൽ OH- എത്രയായിരിക്കും? 10⁻³ മോളാർ ആയിരിക്കും. അപ്പോൾ OH- കോൺസെൻട്രേഷൻ കിട്ടി. ഇനി OH- കോൺസെൻട്രേഷൻ കിട്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കാന്ന് പറയുന്നത്? pOH കണ്ടുപിടിക്കാം. pOH എന്ന് പറഞ്ഞാൽ pOHന്റെ ഇക്വേഷൻ എന്താണ്? pOH ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് OH- അയോൺ കോൺസെൻട്രേഷൻ. ഓക്കെ, അതിൽ ഈസ് ഈക്വൽ ടു OH- കോൺസെൻട്രേഷൻ നമുക്ക് ഇരിക്കുകയാണ് നെഗറ്റീവ് ലോഗരിതം ഓഫ് OH- ഈസ് 10⁻³ വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ pOH ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ? pH കണ്ടുപിടിക്കാനാണ്. സോ നമുക്കൊരു റിലേഷൻ ഉണ്ട് ഓൾറെഡി, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് pH പ്ലസ് pOH വിൽ ബി ഈക്വൽ ടു 14. അപ്പോൾ എന്തായിരിക്കും pH എന്ന് പറയുന്നത്? 14 - pOH ആയിരിക്കില്ലേ? pOH നമുക്ക് ഓൾറെഡി ഉണ്ട് 3 എന്നുള്ളത്. സോ വാട്ട് ഈസ് pH ദെൻ? pH ഈസ് ഈക്വൽ ടു 14 - 3 വിച്ച് ഈസ് ഈക്വൽ ടു 11. ഓക്കെ, നമ്മളപ്പോൾ കണ്ടുകൊണ്ട്
സിമ്പിൾ സൊല്യൂഷൻ ആയിരുന്നു. സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയായിരുന്നു പി എച്ച് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി പി എച്ച് നമുക്ക് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. അതായത് സോൾട്ട് ഉണ്ട്. എന്താണ് സോൾട്ട് എന്ന് പറഞ്ഞാൽ? സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സോൾട്ട് കിട്ടുന്നത്. അപ്പം വി ആർ ഗെറ്റിംഗ് സോൾട്ട്. നമുക്ക് എങ്ങനെയാണ് സോൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ, സോൾട്ട് വി ആർ ഒബ്റ്റെയിനിങ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് പ്ലസ് ബേസും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സോൾട്ട് കിട്ടുന്നത്. ഈ സോൾട്ട് ശരിക്കും 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ, സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ salt of weak acid and strong base. And fourth one, salt of weak acid and weak base. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് 4 രീതിയിലുള്ള സോൾട്ട് ഉള്ളത്. അതിൽ ഓരോ സോൾട്ടും നമുക്ക് നോക്കേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ എടുക്കുകയാണെങ്കിൽ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. നമുക്ക് എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. അതിന് മെയിൻ എക്സാമ്പിൾ നമുക്കറിയാം NaCl ഒരു എക്സാമ്പിളാണ്, അതുപോലെ KCl ഒരു എക്സാമ്പിളാണ്, NaNO3 എക്സാമ്പിളാണ്, KNO3 എക്സാമ്പിളാണ്. പക്ഷേ ഇവിടെ ഞാൻ ഒരിക്കലും സോൾട്ടിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിന് കാര്യം നമ്മൾ ഹൈഡ്രോളിസിസ് ആണ് നോക്കുന്നത്. ഓക്കെ, കാരണം pH ഓഫ് ദി ഹൈഡ്രോളിസിസ് ഓഫ് ദ സോൾട്ട് ആണ് നോക്കുന്നത്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ വിത്ത് വാട്ടർ ആണ്. പക്ഷെ റിയാക്ഷൻ വിത്ത് വാട്ടർ വിച്ച് ഈസ് റിസൾട്ടിങ് ഇൻ എയ്തർ അസിഡിക് സൊല്യൂഷൻ ഓർ ബേസിക് സൊല്യൂഷൻ. അപ്പം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എയ്തർ അസിഡിക് സൊല്യൂഷനോ ഓർ ബേസിക് സൊല്യൂഷനോ ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുക. പക്ഷെ ഫസ്റ്റ് വൺ, സോൾട്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത്, അവിടെ ഒരിക്കലും നമുക്കൊരു ബേസിക് സൊല്യൂഷനോ അസിഡിക് സൊല്യൂഷനോ ഉണ്ടാവുന്നില്ല. അവിടെ നമുക്ക് ഉണ്ടാവുന്നത് ന്യൂട്രൽ സൊല്യൂഷൻ മാത്രമാണ്. അപ്പം ഞാൻ ഓൾറെഡി ഡെഫിനിഷൻ പറഞ്ഞു. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോളിസിസ് മീൻസ് റിയാക്ഷൻ വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് എയ്തർ അസിഡിക് സൊല്യൂഷൻ ഓർ ബേസിക് സൊല്യൂഷൻ. അപ്പോൾ അസിഡിക്കോ ബേസിക്കോ സൊല്യൂഷൻ ഉണ്ടാവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഹൈഡ്രോളിസിസ് നടക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പം അവിടെ ഹൈഡ്രോളിസിസ് നടക്കാത്തതുകൊണ്ട് നമുക്ക് pH ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ ഇല്ല. അവിടെ ശരിക്കും ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 298 കെൽവിനകത്ത് pH is equal to 7 ആണ്. ഇനി സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് വൺ ഞാൻ എടുക്കുവാണ്. ദാറ്റ് ഈസ് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സോൾട്ട് എങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ഒരു സ്ട്രോങ് ആസിഡിൽ നിന്നും വീക്ക് ബേസിൽ നിന്നും ഫോം ചെയ്യുന്ന സോൾട്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. 1-2 എക്സാമ്പിൾസ് എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NH4Cl എടുക്കുന്നു. NH4Cl is a salt which is produced from HCl and NH4OH. HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്, NH4OH ഒരു വീക്ക് ബേസ് ആണ്. അപ്പം NH4Cl എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ pH നോക്കുന്നത്. NH4Cl മാത്രമല്ല ഉള്ളത്, അതുപോലെ എക്സാമ്പിൾസ് ഉണ്ട്. NH4NO3 ഉണ്ട്, ദെൻ NH4 twice SO4. ഇതെല്ലാം സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസിൻ്റെ ഇക്വേഷനാണ്. പിന്നെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമുക്ക് pH കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇവിടെ കാണാം സ്ട്രോങ് ആസിഡ് അല്ലെ, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും വരുമ്പോൾ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. അപ്പോൾ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ അസിഡിക് ആകുമ്പോൾ നമ്മുടെ pHൻ്റെ ഇക്വേഷൻ pH is equal to 7- കൊടുക്കും. കാര്യം അസിഡിക് സൊല്യൂഷൻ അല്ലേ. അസിഡിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 7-നും കുറവായിരിക്കുമല്ലോ. അപ്പോൾ 7 - ½ ഇൻറ്റു ആരാണോ വീക്ക്, ഇവിടെ വീക്ക് ബേസ്, അപ്പോൾ PKB പ്ലസ് ലോഗ് സി, PKB പ്ലസ് ലോഗ് സി കൊടുക്കുകയാണ്. ഇതാണ് സോൾട്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ്. അതുപോലെ തേർഡ് വൺ ഞാൻ കൊടുക്കുകയാണ്. തേർഡ് വൺ ഈസ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. അപ്പോൾ ഇവിടെ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് എ സ്ട്രോങ് ബേസ് നോക്കുന്നു. അപ്പോൾ അതിൽ വീക്ക് ആസിഡ്, ഇപ്പോൾ വീക്ക് ആസിഡ് ഫോർ എക്സാമ്പിൾ CH3COOH ഒരു വീക്ക് ആസിഡ് ആണ്. ഒരു സ്ട്രോങ് ബേസ് NaOH കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ വരുന്നത് CH3COONA ഒരു എക്സാമ്പിളായിട്ട് വരാം. അതുപോലെ തന്നെ NaF ഒരു എക്സാമ്പിളായിട്ട് വരാം. HF ഒരു വീക്ക് ആസിഡ് ആണ്, NaOH ഒരു സ്ട്രോങ് ബേസുമാണ്. ഇനി അനദർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് Na2CO3. Na2CO3യിൽ NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, H2CO3 ഒരു വീക്ക് ആസിഡുമാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും pHൻ്റെ ഇക്വേഷൻ? pH is equal to, നീ നോക്കിക്കേ ഇവിടെ ഞാൻ എന്താ ഹെഡിങ് എഴുതിയിരിക്കുന്നത്? വീക്ക് ആസിഡും സ്ട്രോങ് ബേസുമാണ്. അപ്പോൾ സ്ട്രോങ് ബേസ് ആകുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? pH 7-നും കൂടുതലായിരിക്കും. 7+ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 7 + ½ ഓഫ് ആരാണ് വീക്ക്? ഇവിടെ ആസിഡാണ്. അപ്പോൾ അതുകൊണ്ട്
pKa plus log C. pKa plus log C. Okay, ഇനി നാലാമത്തെ കാറ്റഗറിയാണ് salt of a weak acid and a weak base. So fourth one, salt of weak acid and weak base. അപ്പോൾ ഇവിടെ ഇപ്പോൾ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരാൾ വീക്ക് ആസിഡ്, ഒരാൾ വീക്ക് ബേസ്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ന്യൂട്രൽ. ഒരു വീക്ക് ആസിഡും ഒരു വീക്ക് ബേസും വന്നു കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ എയ്തർ അസിഡിക് ആകാം, പക്ഷേ സ്ലൈറ്റ്ലി അസിഡിക് ആവത്തുള്ളൂ, ഓർ എയ്തർ ബേസിക്കും ആകാം, പക്ഷേ സ്ലൈറ്റ്ലി ബേസിക് ആവത്തുള്ളൂ. സോ സോൾട്ട് ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ് ക്യാൻ ബി എയ്തർ അസിഡിക് or basic, but slightly acidic or slightly basic depending upon the relative nature of the acid and the base. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് pHന്. pH is given by pH is equal to 7 plus half of pKa, കാരണം രണ്ടും വീക്കാണ്, മൈനസ് pKb. ഇതായിരിക്കും ഇക്വേഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഹൈഡ്രോളിസിസ് ഓഫ് ദ സോൾട്ടിനകത്തുള്ളത്. 3 ഇക്വേഷൻസ് ഞാൻ തന്നു കഴിഞ്ഞു. അതനുസരിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിൻ്റെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ pHൻ്റെ ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. The pKb of dimethylamine and pKa of acetic acid are 3.27 and 4.77 respectively. അതായത് ഇവിടെ നോക്കുമ്പോൾ ഡൈമീഥൈലമീനും ഉണ്ട്, അസിറ്റിക് ആസിഡും ഉണ്ട്. ഡൈമീഥൈലമീൻ ഈസ് എ വീക്ക് ബേസ്, അസിറ്റിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ്. അപ്പം ഒരു വീക്ക് ബേസും വീക്ക് ആസിഡുമാണ്, അതിൻ്റെ സോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ രണ്ടുപേരും വീക്ക് ആകുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ജസ്റ്റ് ഇപ്പം നമ്മൾ കണ്ട ഇക്വേഷൻ തന്നെ. സോ ആ ഇക്വേഷൻ കൊടുക്കുകയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു pH is equal to 7 plus half of pKa minus pKb. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 7 പ്ലസ് ഹാഫ് ഇൻറ്റു pKa. pKa എന്ന് പറയുമ്പോൾ ആസിഡാണ്, ആസിഡിൻ്റെ pKa വാല്യൂ ആണ്. അസിറ്റിക് ആസിഡിൻ്റെ pKa വാല്യൂ ഇസ് ഗിവൺ ബൈ 4.77. സോ 4.77 മൈനസ് pKb എന്ന് പറഞ്ഞാൽ ബേസിന്റെ pKb ആണ്, ഡൈമീഥൈലമീൻ, വിച്ച് ഇസ് ഗിവൺ ബൈ 3.27. ഓക്കെ, 3.27 വിച്ച് ഈസ് ഈക്വൽ ടു 7 പ്ലസ്, അപ്പോൾ ഹാഫ് ഓഫ് 4.77 മൈനസ് 3.27 വിൽ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് 1.5 will come. Okay, 7 plus half into 1.5 will come. So 7 plus half of 1.5 means this will become as 7 plus 0.75, which is equal to 7.75. So this is the final answer. We got the pH of this equation. It is a salt only. So for the salt, okay, we got the equation for what is the dimethylamine and acetic acid is actually a weak base and a weak acid. അപ്പോൾ അതിൻ്റെ സോൾട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അതായത് കാൽക്കുലേറ്റ് ദ pH of 0.1 molar solution of NH4Cl. ഈ NH4Cl എന്താ? ഇറ്റ് ഈസ് ഓൾസോ എ സോൾട്ട്. സോൾട്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ് ആണ്. അപ്പോൾ സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ തന്നിരുന്നു, അതൊരു അസിഡിക് സൊല്യൂഷൻ ആണ്. സോ pH is equal to, what is the equation for pH? pH is equal to 7 minus half into, ആരവിടെ വീക്ക് എന്ന് നോക്കിക്കേ, NH4Cl. അപ്പോൾ ബേസ് ആണ് വീക്ക് എന്ന് പറയുന്നത്. സോ pKb പ്ലസ് log C, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7 മൈനസ് ഹാഫ് ഓഫ്, നമുക്ക് എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് KB ആണ്. അപ്പോൾ KB ആവുമ്പോൾ നമ്മൾ pKb കണ്ടുപിടിക്കണം. സോ അത് ഞാൻ ഇവിടെ എഴുതുവാണ്. KB is given by 1.8 into 10 raised to minus 5. ഇതാണ് KBയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്. KB is equal to 1.8 into 10 raised to minus 5. അപ്പോൾ നമുക്ക് pKb കണ്ടുപിടിക്കാം. pKbയുടെ ഇക്വേഷൻ എന്താ? pKb is equal to നെഗറ്റീവ് ലോഗ് ഓഫ് KB. നെഗറ്റീവ് ലോഗ് ഓഫ് KB എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ലോഗ് ഓഫ് 1.8 into 10 raised to minus 5. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഗ് ഓഫ് എ ഇൻറ്റു ബി ആണ്. സോ ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി. സോ മൈനസ് ലോഗ് ഓഫ് 1.8 പ്ലസ് മൈനസ് ലോഗ് ഓഫ് 10 raised to minus 5. So I am writing that minus log of 1.8 plus minus log of 10 raised to minus 5. ഇനി മൈനസ് ലോഗ് ഓഫ് 10 raised to minus 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇറ്റ് ഈസ് 5 മൈനസ് ലോഗ് ഓഫ് 1.8. അപ്പോൾ ലോഗ് 2ൻ്റെ വാല്യൂ ഓൾറെഡി ഇറ്റ് ഈസ് 0.3 ആണ്. അപ്പോൾ ലോഗ് ഓഫ് 1.8 എന്ന് പറഞ്ഞാൽ 0.3നേക്കാളും കുറച്ചൊന്ന് കുറവായിരിക്കും. കുറച്ചൊന്ന് കുറവെന്ന് പറയുമ്പോൾ ഞാൻ തൽക്കാലം എഴുതുവാണ് 0.25 എന്ന് കൊടുക്കുവാണ്, വിച്ച് ഈസ് ഈക്വൽ ടു
4.75. അപ്പോൾ ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ആക്യുറേറ്റ് വാല്യൂ ഒന്നല്ല ഞാൻ തരുന്നത്, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ഇനഫ്. അപ്പോൾ 5 മൈനസ് 0.25 കിട്ടി 4.75. സോ പി കെ ബി വാല്യൂ നമുക്ക് കിട്ടി. സോ ദാറ്റ് പി കെ ബി വാല്യൂ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് വിച്ച് ഇസ് ഈക്വൽ ടു 4.75 പ്ലസ് ഇനി ലോഗ് സി ആണ്. ഓക്കെ, ലോഗ് സി. ആ ലോഗ് സിയിൽ 5 നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, now you can see 4.75. ഇനി ലോഗ് സി. ലോഗ് സി എന്ന് പറയുമ്പോൾ സി 0.1 ആണ്. 0.1 എന്ന് പറയുമ്പോൾ 10 raised to -1 ആണ്. അപ്പോൾ ലോഗ് ഓഫ് 10 raised to -1 ബ്രാക്കറ്റ് ഇടുന്നു. സോ ദിസ് ബിക്കംസ് 7 മൈനസ് ഹാഫ് ഇൻറ്റു 4.75. ഇനി ലോഗ് ഓഫ് 10 raised to -1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -1 ഓൺലി. സോ ദിസ് ഈസ് -1. ഓക്കെ, 4.75 -1 നമുക്ക് കിട്ടുന്നു. സോ 4.75 -1 എന്ന് പറയുമ്പോൾ ദാറ്റ് ബിക്കംസ് 3.75. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് ഹാഫ് ഇൻറ്റു 3.75. ഇനി ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഓക്കെ യു ക്യാൻ ഡു ദാറ്റ് ദിസ് കാൽക്കുലേഷൻ വേ യു ക്യാൻ ഡു ആൻഡ് ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 5.12. ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. ഇനി അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് the pK of acetic acid and pKb of ammonium hydroxide are 4.76 and 4.75 respectively. Calculate the pH of ammonium acetate solution. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അമോണിയം അസറ്റേറ്റ് സൊല്യൂഷൻ ആണ്. ഇനി അമോണിയം അസറ്റേറ്റ് സൊല്യൂഷൻ എന്താ? ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് അമോണിയം അസറ്റേറ്റ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ്, അസറ്റിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ്. അപ്പോൾ നമുക്കിവിടെ സോൾട്ട് ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പി എച്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പി എച്ച് ഇസ് ഈക്വൽ ടു 7 പ്ലസ് ഹാഫ് ഇൻറ്റു പി കെ എ മൈനസ് പി കെ ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാര്യം പി കെ വാല്യൂം പി കെ ബി വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുവാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് 7 പ്ലസ് ഹാഫ് ഇൻറ്റു ഏതാണ് പി കെ വാല്യൂ എന്ന് പറയുന്നത്? അസറ്റിക് ആസിഡ് അല്ലേ, 4.76 തന്നിട്ടുണ്ട്, 4.76 മൈനസ് പി കെ ബി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 4.75. അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെരി ഈസി ക്വസ്റ്റ്യൻ. 7 പ്ലസ് ഹാഫ് ഇൻറ്റു 4.76 minus 4.75 will be equal to 0.01. So that becomes 0.half ചെയ്യുമ്പോൾ 0.005 ആയി. So final answer will be equal to 7.005. Okay, this is the final answer. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം വരാൻ പോകുന്നത് ചിലപ്പോൾ മിക്സ്ചേഴ്സ് വരും. ഒരു ആസിഡും ഒരു ബേസും കൂടെ മിക്സ് ചെയ്യുന്നു. വാട്ട് ഈസ് എ കറസ്പോണ്ടിങ് പി എച്ച് അല്ലെങ്കിൽ റിസൾട്ടിങ് പി എച്ച് എന്താണെന്നുള്ളത് നമ്മളോട് ചോദിക്കാം. ഒരു വീക്ക് ആസിഡോ സ്ട്രോങ് ബേസോ വല്ലതും റിയാക്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ അല്ലെങ്കിൽ പി എച്ചിൻ്റെ ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് സംശയം വരാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത 3 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക നിങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എ പാർട്ട് നോക്കുക. എ പാർട്ടിൽ നോക്കുമ്പോൾ 100 ml of 0.1 molar CH3COH is mixed with 100 ml of 0.1 molar NaOH. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എഴുതണമെങ്കിൽ ഒക്കെ ഞാൻ എഴുതുവാണ്. CH3 COOH റിയാക്ടിങ് വിത്ത് NaOH. ഒരു വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ബേസും കൂടെ റിയാക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? CH3 COONA പ്ലസ് H2O. ഇനി തന്നിരിക്കുന്ന മൊളാരിറ്റിയും വോളിയം നോക്കാം. മൊളാരിറ്റിൻ്റെ വോളിയം വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം. ഇനി നോക്കിക്കുക 100 ml ആണ്, മില്ലി ലിറ്റർ ആണ് തന്നിരിക്കുന്നത്, 0.1 മോളാർ. അപ്പോൾ 0.1 ഇൻറ്റു ഇപ്പോൾ വോളിയം ഇൻറ്റു മൊളാരിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 100 ഇൻറ്റു 0.1 മീൻസ് ഇറ്റ് ഇസ് 10 millimoles. എന്തുകൊണ്ടാണ് മില്ലിമോൾസ് ഞാൻ പറയുന്നത്? ബിക്കോസ് വോളിയം ഈസ് ഇൻ ml. ഓക്കെ, സോ ദിസ് ബിക്കംസ് 10 millimoles. 10 millimoles. അതുപോലെ തന്നെ NaOH നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? സെയിം തന്നെയല്ലേ, 100 ml of 0.1 മോളാർ തന്നെയല്ലേ. സോ ദാറ്റ് ഈസ് ഓൾസോ 10 millimoles. അപ്പോൾ ഇവിടെ ഒരു വീക്ക് ആസിഡ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് നേരെ പ്രൊഡക്റ്റ് സെയിം നമ്പർ ഓഫ് മോൾസ് എഴുതാൻ പറ്റത്തില്ല. കാര്യം ഇതൊരു വീക്ക് ആസിഡിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഇത് 0 ആയിരിക്കാം, ഇതും 0 ആയിരിക്കാം. ഇനി ആഫ്റ്റർ ദ റിയാക്ഷൻ, വെൻ ദ റിയാക്ഷൻ ഈസ് കംപ്ലീറ്റ്, ഓക്കെ, റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ രണ്ടും ഈക്വൽ എമൗണ്ട്സ് അല്ലേ, 10 millimoles 10 millimoles അല്ലേ. അപ്പോൾ അവർ തമ്മിൽ റിയാക്ട് ചെയ്ത് ഇത് 0 ആയിട്ട് മാറും, ഇതും എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ബാക്കി പിന്നെ എന്താ ഉള്ളത്? 10 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ടും അപ്പുറം തന്നെ കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 10 millimoles. അതായത് ഇവിടെ നോക്കേണ്ട കാര്യം, നമുക്ക് അവസാനം എന്താണ് കിട്ടിയിരിക്കുന്നത്? റിയാക്ഷൻ കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? നമുക്കൊരു മിക്സർ കിട്ടിയില്ലേ? ആ മിക്സർ എന്താണ് ശരിക്കും? ഇറ്റ് ഈസ് എ സോൾട്ട്. ഓക്കെ, വി ആർ ഗെറ്റിംഗ് ഓൺലി എ സോൾട്ട് ഓഫ് എ
സ്ട്രോങ് ബേസ് ആൻഡ് എ വീക്ക് ആസിഡ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന സോൾട്ട് ആണ്. സോൾട്ട് ഓഫ് എ സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന കേസാണ്. സോ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സോൾട്ട് മാത്രം കിട്ടി. ആ സോൾട്ട് എന്തിന്റെ സോൾട്ടാണ്? ഒരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. അതിന്റെ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി. പി എച്ചിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ പി എച്ച് ഇസ് ഈക്വൽ ടു 7. ഇനി നോക്കിക്കേ, സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ സ്ട്രോങ് ബേസ് എന്ന് പറയുമ്പോൾ റിസൾട്ടൻ സൊല്യൂഷൻ ബേസിക് ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആണ്. 7 minus half into pKa plus log C. ഇനി ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് ഒക്കെ ഓൾറെഡി നമുക്കിവിടെ കെ എ വാല്യൂ തന്നിട്ടുണ്ട്. കെ എ വാല്യൂ ജസ്റ്റ് ഇതിന് മുന്നത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ ഓൾറെഡി കെ എ വാല്യൂ 1.18 × 10⁻⁵ ആയപ്പോൾ പി കെ എ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു 4.75 നമുക്ക് കിട്ടിയിരിക്കുന്നു. അതായത് കെ എ വാല്യൂ which is equal to 1.8 × 10⁻⁵, 1.8 × 10⁻⁵ ആയപ്പോൾ പി കെ വാല്യൂ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ മെത്തേഡ് ഒന്ന് പ്രീവിയസ്ലി നോക്കിയാൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 4.75 നമുക്ക് കിട്ടിക്കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ സെയിം വാല്യൂ എനിക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ 7 minus half into പി കെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 4.75 പ്ലസ് ഇനി ലോഗ് സി വേണം. അപ്പൊ സി എന്താന്ന് നോക്കിക്കേ, 10 millimoles ഓഫ് CH3CO തന്നെയാണ്. അത് മില്ലിമോൾസ് ആണ്, അത് കോൺസെൻട്രേഷൻ അല്ല. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, 10 millimoles. 10 ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്യുമല്ലോ. അപ്പൊ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടൻ വോളിയം വേണം. എത്രയാണ്? 100 ml 100 ml വിച്ച് ഇസ് ഈക്വൽ ടു 200 വിച്ച് ഇസ് ഈക്വൽ ടു 1/20. Okay, so here log C will be equal to log of 1/20. Okay, so this we will do. So after calculation, okay, we will be getting the final answer as 8.72. This is how we are applying the equation. അത് നമ്മൾ മനസ്സിലാക്കുവാണ് ആ റിയാക്ഷൻ വഴി നമുക്ക് എന്താണ് അവസാനം കിട്ടിയിരിക്കുന്നത്. അവസാനം കിട്ടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയാണ് ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് എ സ്ട്രോങ് ബേസ് ആൻഡ് എ വീക്ക് ആസിഡ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻഡ് വി ഗോട്ട് ദി ആൻസർ. ഓക്കെ നമ്മൾ ഇനി ബിയിലെ ആ ഓപ്ഷൻ നോക്കാവുന്ന. എ ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞിരുന്നു. ബി ഓപ്ഷൻ നോക്കിക്കേ. ഇനി 100 ml of 0.1 molar CH3COH. അപ്പോൾ സെയിം നമ്പർ ഓഫ് മില്ലിമോൾസ് തന്നെയാണല്ലോ. അപ്പോൾ അത് എത്രയും വരുന്നത് 10 millimoles. മില്ലിമോൾസ് ആണെന്ന് ഓർത്തോണേ, കാരണം അത് ML ആണ്. പിന്നെ 50 ml of 0.1 molar NaOH എന്ന് പറയുമ്പോൾ അത് എത്രയും വരുന്നത് 5 millimoles ആണ്. അപ്പോൾ ഇനീഷ്യലി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ വീണ്ടും ഞാൻ ഇക്വിലിബ്രിയം ആരോ യൂസ് ചെയ്യുകയാണ്, കാരണം CH3COH ഒരു വീക്ക് ആസിഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഇത് 0 വരുന്നു, ഇതും എത്ര തന്നെയാണ് വരുന്നത്, 0 തന്നെയാണ് വരുന്നത്. ഇനി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 10 millimoles ഓഫ് CH3COH ഉണ്ട്. നിങ്ങൾക്ക് കാണാം അതിലേക്ക് CH3COH 10 millimoles ഉണ്ട്, NaOH 5 ഉണ്ട്. നമുക്കറിയാം ആ കുറവുള്ള NaOH ആണല്ലോ കുറവുള്ളത്. അപ്പോൾ 5 NaOH വിൽ ബി റിയാക്ടിങ് വിത്ത് 5 CH3COH അല്ലേ. അപ്പം ബാക്കി CH3COH ഉണ്ടാകും. NaOH ആണ് കുറവ് എമൗണ്ട് ഉള്ളത്. അപ്പം കുറവ് എമൗണ്ട് ഉള്ള ആൾ, അതായത് 5 NaOH വിൽ ബി റിയാക്ടിങ് വിത്ത് 5 millimoles ഓഫ് NaOH വിൽ ബി റിയാക്ടിങ് വിത്ത് 5 millimoles ഓഫ് CH3COH. അപ്പോൾ ബാക്കി കുറച്ച് CH3COH ഉണ്ടല്ലോ, കാരണം നമുക്ക് 10 millimoles ഓഫ് CH3COH ഉണ്ട്. അപ്പോൾ ഇത് എത്ര വരുന്നു ബാക്കി ആഫ്റ്റർ ദ റിയാക്ഷൻ ആണ്. ഇത് 5 millimoles വരുന്നു. ഇത് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് അപ്പ് ആയി. ഇനി 5 റിയാക്ടിങ് വിത്ത് 5 ഒക്കെ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് വാട്ട് 5 millimoles ഓഫ് CH3CO. ഓക്കെ, ഇതിൽ ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കും 5 millimoles ഓഫ് CH3CO വന്നു, 5 millimoles ഓഫ് CH3COH വന്നു. അപ്പോൾ ഒരു മിക്സറല്ലേ കിട്ടിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് വാട്ട്? ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. അതെന്താണ് ശരിക്കും? മിക്സർ ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സോൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ ബഫർ സൊല്യൂഷൻ അല്ലേ. എന്ത് ബഫർ സൊല്യൂഷനാണ്? അസിഡിക് ബഫർ സൊല്യൂഷൻ ആണ് അല്ലേ, അസിഡിക് ബഫർ സൊല്യൂഷൻ. ഇനി അസിഡിക് ബഫർ സൊല്യൂഷൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് അസിഡിക് ബഫറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ pH is equal to pKa plus log of salt concentration divided by ആസിഡ് കോൺസെൻട്രേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഓൾറെഡി കെ എ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, പി കെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ 4.75 തന്നെയാണ്. അപ്പോൾ പി കെയുടെ പകരം ഞാൻ 4.75 കൊടുക്കുന്നു. 4.75 പ്ലസ് ഇനി ലോഗ് ഓഫ്, വീണ്ടും ലോഗ് ഓഫ് എന്താണ്? സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ. ഇപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ 5 millimoles ആണ്. 5 millimoles. അപ്പോൾ ഓൾവേസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് രണ്ടിന്റെ കേസിലും 5 തന്നെയാണ്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ
ടോട്ടൽ വോളിയം അല്ലേ, ടോട്ടൽ വോളിയം ആഫ്റ്റർ ദ മിക്സിംഗ് അപ്പ്. അപ്പോൾ ആഫ്റ്റർ ദ മിക്സിംഗ് അപ്പ് നിങ്ങൾക്ക് നോക്കാം 100 ml ഉണ്ട്, അവിടെ 50 ml ഉണ്ട്. അപ്പോൾ 100 ml and 50 ml എന്ന് പറഞ്ഞാൽ എത്രയായി? ദാറ്റ് ബിക്കംസ് 150 ml. സോ C is equal to N/V ഞാൻ ഓൾറെഡി പറഞ്ഞു 5/150. അത് രണ്ട് കേസിൽ 5/150 തന്നെയല്ല. അതായത് ഇപ്പം നമ്മൾ NaOH എടുത്തു കഴിഞ്ഞാലും നോട്ട് NaOH, CH3CON എടുത്താലും CH3COH എടുത്താലും രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ എത്ര തന്നെയാണ് വരുന്നത്? 5/150 തന്നെയാണ്. എന്ന് വെച്ചാൽ ബോത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ആൻഡ് ആസിഡ് ആർ സെയിം. എന്ന് വെച്ചാൽ ഇത് രണ്ടും ക്യാൻസലായി പോയി എന്നർത്ഥം. അതായത് ക്യാൻസലായി പോയെങ്കിൽ അത് ബിക്കംസ് എന്തായി? log 1 ആയി. അപ്പോൾ log 1 is equal to 0 എന്നുള്ള കാര്യം നമുക്കറിയാം. എന്ന് വെച്ചാൽ ഇതെന്തായിട്ട് മാറി? 4.75 ആയി. ദിസ് ബിക്കംസ് 4.75. ഓക്കെ, നമ്മൾ ലാസ്റ്റ് C ഓപ്ഷനിലേക്ക് നോക്കുവാണ്. സി ഓപ്ഷൻ നോക്കുമ്പോൾ 50 ml of 0.1 molar CH3COH is mixed with 100 ml of 0.1 molar NaOH. അപ്പോൾ 50 ml of 0.1 molar CH3COH means this is only 5 millimoles, right? This is only 5 millimoles. ഇനി NaOH നോക്കിക്കഴിഞ്ഞാൽ 100 ml of 0.1 molar NaOH എന്ന് പറഞ്ഞാൽ this becomes 10 millimoles. അപ്പോൾ ഇനീഷ്യലി വീണ്ടും ഇത് 0 ആണ്. റിയാക്ഷൻ കഴിയുമ്പോൾ, കംപ്ലീറ്റ് റിയാക്ഷൻ കഴിയുമ്പോൾ ആരുടെ എമൗണ്ട് അവിടെ കുറവ്? ആസിഡിൻ്റെ എമൗണ്ട് കുറവാണ്. അപ്പോൾ ആസിഡ് വിൽ ബി കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് അപ്പ്. അപ്പോൾ ആസിഡ് വിൽ ബി 0. ഇനി NaOH അവിടെ എന്തായിരിക്കും? 5 ആസിഡ് വിൽ റിയാക്ട് വിത്ത് 5 ബേസ് ഉള്ളി. അതായത് NaOH ബാക്കി 5 കൂടെ കിടക്കുവാണ്. That will be 5 itself. ഇനി 5 acid reacts with 5 base to produce what? 5 CH3CON. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ മേലാത്തൊരു മിക്സർ കിട്ടുന്നത്. അതായത് ഒരു സ്ട്രോങ് ബേസും കിട്ടുന്നുണ്ട്, അതിൻ്റെ സോൾട്ടും കിട്ടുന്നുണ്ട് വിത്ത് എ വീക്ക് ആസിഡ്. അപ്പോൾ അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കില്ല. പക്ഷേ ഓർക്കേണ്ട കാര്യം ഇതാണ്, CH3CONA ഈസ് എ സോൾട്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സോൾട്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോളിസിസ് നോക്കിയാൽ CH3CO മൈനസ് H2Oയുമായിട്ട് റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് CH3COOHും OH മൈനസ്. അപ്പോൾ ഇവിടെ നിന്നും കിട്ടുന്ന OH മൈനസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് കിട്ടുന്ന OH മൈനസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ നെഗ്ലിജിബിൾ ആയിട്ടുള്ള വാല്യൂ ഉള്ള OH മൈനസിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം, കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യാം. അതുകൊണ്ട് ആരെ മാത്രം നോക്കിയാൽ മതി? ദാറ്റ് ഈസ് 5 millimoles വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദ NaOH സ്ട്രോങ് ബേസ് ആയിട്ടുള്ളത്. അപ്പോൾ സ്ട്രോങ് ബേസിൽ നിന്നും വരുന്ന മില്ലിമോൾസിനെ മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അതായത് നമുക്ക് കിട്ടിയൊരു സോൾട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഹൈഡ്രോളിസിസ് വഴി കിട്ടുന്ന OH മൈനസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഒരു സ്ട്രോങ് ബേസിന് എടുത്തു, അതിൻ്റെ നമ്പർ ഓഫ് മില്ലിമോൾസ് നമുക്ക് കിട്ടി 5 എന്നുള്ളത്. അതിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ എടുക്കുവാണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. ഇപ്പോൾ ഇവിടെ മില്ലിമോൾസ് മതി 5, കാരണം വോളിയം മില്ലിമോൾ ആണല്ലോ. വോളിയം എന്ന് പറയുമ്പോൾ 100 + 50 is equal to 150. So 5/150 will be equal to 1/30. ഇതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ മതി നമുക്ക് നേരിട്ട് POH കണ്ടുപിടിക്കാം. കാര്യം ഇവിടെ NaOH ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ POH കണ്ടുപിടിക്കാം. അപ്പോൾ POH എന്ന് പറഞ്ഞാൽ POH is equal to negative logarithm of OH minus concentration. Negative logarithm of OH minus concentration. ഏതാണ് OH minus concentration? 1/30 ആണ്. അപ്പോൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് 1/30. അത് എഴുതുമ്പോൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് 1 വീണ്ടും മൈനസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് 30 വിച്ച് മീൻസ് പ്ലസ് ലോഗ് ഓഫ് 30 വിൽ കം. ഓക്കെ, സോ ലോഗ് ഓഫ് 1 വിൽ ബി എനിവേ 0 ഉള്ളൂ. അപ്പോൾ ലോഗ് ഓഫ് 1 നമ്മൾ ക്യാൻസൽ ചെയ്തു, അത് 0 ആണ്. പ്ലസ് ലോഗ് 30 എന്ന് പറയുമ്പം 3യുടെ വാല്യൂ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ലോഗ് 30 വിൽ ബി ഈക്വൽ ടു 1.48. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 1.48. ബട്ട് ഇത് കിട്ടിയിരിക്കുന്നത് എന്താണ്? POH ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ POH അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? PH. കാൽക്കുലേറ്റ് ദ PH എന്നാണ്. സീ ദിസ്, നമുക്ക് PH ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ POH ആണ്. അപ്പോൾ POH നമുക്ക് കിട്ടിയെങ്കിൽ PH സുഖമായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് PH കണ്ടുപിടിക്കുന്നത്? PH വിൽ ബി ഈക്വൽ ടു 14 - 1.48 ചെയ്താൽ മതി. സോ PH വിൽ ബി ഈക്വൽ ടു 14 - 1.48. കാരണം നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, PH + POH is equal to pKw ഉണ്ട്. ആ സെയിം ഇക്വേഷൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് PH കണ്ടുപിടിക്കാൻ 14 നിന്നും 1.48 സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ദാറ്റ് യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി ആൻ ആൻസർ 12.52. സോ ദിസ് ഈസ് വാട്ട് വി ആർ ഗെറ്റിംഗ്. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നതിൽ ഈ 3 ABC ഉണ്ടെങ്കിൽ A നമ്മൾ കണ്ടു മനസ്സിലാക്കിയിരുന്നു, അതൊരു സോൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. B പക്ഷെ നമുക്കൊരു ബഫർ സൊല്യൂഷനാണ് കിട്ടുക, അതും അസിഡിക് ബഫറാണ് കിട്ടിയിരുന്നത്. C നമുക്ക് എന്താ കിട്ടിയിരുന്നത്? നമുക്കൊരു സ്ട്രോങ് ബേസും കിട്ടി, അതിന് തന്നെ സോൾട്ട് വിത്ത് എ വീക്ക് ആസിഡും കിട്ടി. പക്ഷെ വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെയും
അവരുടെ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് കിട്ടുന്ന OH മൈനസ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ അതിനെ നമുക്ക് കളയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രോങ്, ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യമാണ്, ആ സ്ട്രോങ് ബേസിനെ മാത്രം നോക്കുക, വിച്ച് ഈസ് NaOH. അതിൻ്റെ OH മൈനസ് കോൺസെൻട്രേഷൻ മാത്രം എടുത്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു 5/150 1/30. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന POH ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് PH ആണ്. സോ PH ആയതുകൊണ്ട് 14 മൈനസ് കിട്ടിയ POH വാല്യൂ 1.48 സബ്ട്രാക്ട് ചെയ്തു, 12.52. ഓക്കെ.